ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് ചുരി ബോട്ടം ആണ്. ചുരി ബോട്ടം എന്ന് പറയുന്ന ഒരു പാൻറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ വാങ്ങി ഇടുന്നതെന്ന് പറഞ്ഞാൽ ലെഗിൻസാണ്. നേരത്തെയൊക്കെ ലെഗിൻസ് വരുന്നതിന് മുമ്പ് നമ്മൾ സ്വന്തമായിട്ട് തയ്ച്ചായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാട് ചുരുക്ക് വരുന്ന നമ്മുടെ പാദത്തിൻ്റെ മേളിലായിട്ട് കുറച്ച് നല്ലതായിട്ട് കുറേ ലെന്തിൽ നല്ല ചുരുക്ക് വരുന്ന പാൻറ്റാണ്. കാലിൽ നമുക്ക് നല്ല ഭംഗിയാണ് ഇട്ടേക്കുന്നത് കാണാൻ. അപ്പോൾ അങ്ങനെ ഒരു പാൻറ്റാണ്. അപ്പോൾ ഇത് സാധാരണ എല്ലാവരും സ്ട്രെയിറ്റായിട്ട് വെട്ടി തയ്ക്കും. ഇത് ക്രോസാണ്. 4 പീസ് മടക്കിയിട്ട് ക്രോസിൽ വെട്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാൻറ്റാണിത്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ചുരി ബോട്ടമാണ്. ചുരി ബോട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ണം എടുത്ത് താഴേക്കാണ് സാധാരണ ചുരി ബോട്ടം നമ്മൾ ചെയ്യാറുള്ളത്. ഇത് ക്രോസ് കട്ടിംഗ് ആണ്. നമ്മൾ തുണി 4 മടക്കിയിട്ട് ഈ മൂലയിലോട്ടാണ് നമ്മൾ ഇവിടുന്ന് മേലോട്ടാണ് അളവ് എടുക്കുക. മനസ്സിലായല്ലോ. അപ്പം ഫുൾ എന്താന്ന് പറയുന്നത് മെഷർമെൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുള്ളിൻ്റെ ലെന്ത് 41, വേസ്റ്റ് 40, ബോട്ടം 14. അപ്പോൾ എന്താണ് ഇനിയത്തെ അളവെന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അളവെന്ന് പറയുന്നത്, അതായത് 0 to 1 എന്ന് പറയുന്നത് ഫുള്ളിൻ്റെ പ്ലസ് 2 ഇരട്ടി. എത്രയാണ് 2 ഇരട്ടി? 41ൻ്റെ 2 ഇരട്ടി. അല്ലെങ്കിൽ 41ൻ്റെ കൂടെ 41 കൂടെ കൂടിയാലും ചേർക്കണം. എന്തിനാണ് ചേർക്കുന്നത്? നമ്മുടെ ഈ ഭാഗത്ത് നല്ല ചുരുക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം 41ൻ്റെ കൂടെ 41 കൂടെ കിട്ടുമ്പോൾ ഫുള്ള് നീളത്തിൻ്റെ അത്രയും കൂടെ കിട്ടും. അത്രയും നമുക്കിവിടെ കിട്ടും. കൂടുതൽ തുണിയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഇപ്പം ഏറെ തുണിയിലാണ് വെട്ടി തയ്ക്കുന്നത്. ഇവിടെ ചുരുക്ക് ആണെങ്കിൽ നല്ലപോലെ തുണി വേണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവർക്ക് അതിന് 2 ഇരട്ടി കൂടെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഫുൾ എന്താന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ പിന്നെ ഇവിടുന്ന് 1 to 2 വേസ്റ്റിൻ്റെ 12-1, അതായത് വണ്ണം എത്രയാണ്? 40 ഇഞ്ചാണ്. 40 ഇഞ്ചിൻ്റെ പിന്നെ 12-1 കണ്ടിട്ട് പ്ലസ് 2 ഇഞ്ചും കൂടെ ചേർക്കുന്നതാണ് നമ്മുടെ. അതിവിടെ എവിടെ വരും? നമ്മുടെ കാൽപാദത്തിൻ്റെ അടുത്തായിട്ട് വരുന്ന ഭാഗമാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വേസ്റ്റിൻ്റെ 12-1 കണ്ടിട്ട് പ്ലസ് 2 ഇഞ്ച് കൂടെ കൂട്ടുന്നതിൻ്റെ അളവ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ കൊടുക്കാം, ബട്ടൺസ് കൊടുക്കാം, ഓപ്പൺ ആക്കിയിട്ട്. ഇതൊന്നും വേണമെന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ 3 to 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചുരുക്കിൻ്റെ തൊട്ട് മേളിൽ വരുന്ന ഭാഗം, നമുക്ക് ചുരുക്ക് വരുന്ന ഭാഗത്തിൻ്റെ മേളിൽ വരുന്ന ഭാഗമാണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ണത്തിൻ്റെ, അതായത് അരവണ്ണത്തിൻ്റെ വേസ്റ്റിൻ്റെ 4-1, 8-1. ഇവിടുന്ന് വേസ്റ്റ് എത്രയാണ്? 40. ഈ 40ൻ്റെ 8-1 പ്ലസ് 2 ഇഞ്ചാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ഈ ഭാഗത്തെ അളവാണത്. അതുപോലെ തന്നെ ഈ 5 to 6 എന്ന് പറയുന്നത് വേസ്റ്റിന് 8-1 പ്ലസ് 4 ഇഞ്ചാണ് ഇവിടുത്തെ ഈ അകലമാണ് കേട്ടോ. ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ള അകലം ഇങ്ങനെ നമ്മൾ കൊടുക്കുക. ഇത് പിന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവാണ്, ഇങ്ങോട്ട് ഉള്ള വണ്ണം. ഇനി നമുക്ക് ഇവിടെ നമ്മൾ എടുത്തല്ലോ 3 ഇരട്ടി വരെ നമുക്ക് എടുക്കാൻ പറ്റും. 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഉള്ളതനുസരിച്ച്. ഇവിടെ തൊട്ട് 4 to 6 എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ 8-1 പ്ലസ് 4 ഇഞ്ചാണ് നമുക്ക് ഇവിടെ നിന്നുള്ള നമുക്ക് ഈ ഭാഗം കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 6 to 9 എന്ന് പറയുന്നത് 9ആണ്. 6 to 9 എന്ന് പറഞ്ഞാൽ വേസ്റ്റിൻ്റെ 8-1 പ്ലസ് 4 ഇഞ്ച്. ഇവിടെ ഒരളവാണ്. എന്നിട്ട് നമ്മൾ 8 to 9 എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ എത്രയാണ്? 4-1 പ്ലസ് 1.5 ഇഞ്ച് ആണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഈ 5ലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇവിടുത്തെ അളവ് നമുക്ക് കിട്ടിയല്ലോ. 8-1 പ്ലസ് 4 ഇഞ്ച് കിട്ടുമ്പോൾ ഇവിടുത്തെ വണ്ണം നമുക്ക് കിട്ടി. ഇവിടെ 4-1 പ്ലസ് 1.5 ഇഞ്ച് കിട്ടി, ഇവിടുത്തെ അളവ് കിട്ടി. അവിടുന്ന് നമ്മൾ ഇതിലേക്ക് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ ഓരോ ഭാഗത്തേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ 0 to 10 എന്ന് പറഞ്ഞാൽ വേസ്റ്റിൻ്റെ 4-1 പ്ലസ് 1.5 ഇഞ്ച് 2 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. 2 ഇഞ്ച് വരെ നമുക്ക് ഒത്തിരി ഓവറായിട്ടുള്ള ഇതൊന്നും വേണ്ടാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ 2 ഇഞ്ച് വരെ
കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നോക്കുക. നിങ്ങൾക്ക് ഞാൻ മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 8 to 9 എന്ന് പറയുന്നത് നമ്മുടെ ഇടുപ്പ് ഭാഗത്തിൻ്റെ ആ ഭാഗത്തെ ഈ ഇറുക്കം വരരുത്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇറുക്കം വരാതെ അതിനാണ് നമ്മൾ അളവ് കൃത്യമായിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ചേർക്കാൻ എന്ന് പറയുന്നത് നമുക്കൊരു ചതുരത്തിലൊരു ഇങ്ങനെ ഒരു ബോക്സാണ് നമുക്ക് ഈ ഭാഗത്ത് പിടിപ്പിക്കേണ്ടത്. ഒരു ചതുരത്തിലൊരു ബോക്സ് വെട്ടി നമ്മൾ നമ്മുടെ ഈ പൊസിഷൻ നമുക്ക് കാലുകൾക്ക് ഇറുക്കം ഉണ്ടാവാതിരിക്കാനും പിടുത്തം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുക. ഓക്കെ, ഇപ്പം ഇതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കണ്ടല്ലോ, ഈ മെഷർമെൻറ്റ്സൊക്കെ നിങ്ങൾ കണ്ടോ, ചുരുക്ക് കിട്ടുന്നതാണ് ഏറ്റവും മെയിൻ. പിന്നെ ഈ ഭാഗത്ത് പിടുത്തം ഉണ്ടാവരുത്. ഇതാണ് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഈ പാൻറ്റ് ഇടുന്ന നല്ല ഭംഗിയാണ്, കാരണം ഇവിടെയാണ് ഇതിൻ്റെ ഭംഗി കൂടുതലായിട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഡ്രസ്സാണിത്. അപ്പം നിങ്ങൾക്ക് ഇത് നന്നായിട്ടൊരു പഴയ ഡ്രസ്സിലോ ന്യൂസ് പേപ്പറിൽ ആദ്യം വെട്ടിപ്പടിക്കുക. പിന്നെ എന്നിട്ട് പഴയ ലുങ്കിയിലോ സാരിയിലോ ഒക്കെ വെട്ടുക. എന്നിട്ട് വെട്ടി തയ്ച്ച് നോക്കുക. എന്നിട്ട് പിന്നെ കറക്റ്റായിട്ട് പിന്നെ നല്ല തുണിയിൽ വെട്ടി പഠിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ചാനലിൽ ഈ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ.